ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അരുണാചൽ പ്രദേശ് വിശേഷങ്ങളാണ് നിങ്ങൾ കേൾക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും മനോഹരമാകുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത വളരെ കുറഞ്ഞ ഈ സംസ്ഥാനത്ത് ഇന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇറ്റാനഗറിൽ, അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാകുന്ന ഇറ്റാനഗറിലാണ് ആയിരിക്കുന്നത്. ഇറ്റാനഗറിലെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇതിനു ചുറ്റും നിങ്ങൾക്ക് മനോഹരമാകുന്ന പർവ്വതങ്ങളിൽ വസിക്കുന്ന ഇറ്റാനഗറിനെ കാണുവാൻ കഴിയും. ഇവിടുത്തെ ഈ പട്ടണം ചെറിയ ചെറിയ കുന്നുകളിലും മലകളിലുമായിട്ടാണ് ഈ കെട്ടിടങ്ങളൊക്കെയും പണിതിരിക്കുന്നത്. അങ്ങനെയുള്ള മനോഹരമാകുന്ന ഈ പട്ടണത്തിൽ ദൈവപ്രവൃത്തി ആഴത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അങ്ങനെ മുള കൊണ്ടുള്ള ഒരു മനോഹരമാകുന്ന വീടാണ്. ഈ വീടിനകത്തേക്ക് വരികയാണെങ്കിൽ ഈ വീടിനകത്ത് ഇത് ഒരു മുറി കൊണ്ടുള്ള ഒരു വീടാണ്. ഒരു മുറിയുള്ള ഈ വീടിനകത്ത്, ഈ വീടിന്റെ മധ്യഭാഗത്താണ് ഇവരുടെ അടുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒറ്റ അടുപ്പ് വീടാണ്. ഈ അടുപ്പ് കൊണ്ടാണ് ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവിടെ തന്നെ ഇത് തണുപ്പ് കാലത്ത് ഇവിടെ വിറകിട്ട് കത്തിച്ച് ഇതിന് ചുറ്റും കിടന്നുറങ്ങുമ്പോൾ അവർക്ക് ആ തണുപ്പിനെയും അതിജീവിക്കുവാൻ കഴിയും. ഈ ഒറ്റമുറി വീടിന്റെ മധ്യഭാഗത്താണ് അടുപ്പുള്ളത്. ഇത് നോക്കുക, ഇത് ചൂരൽ കൊണ്ടുള്ള കൊട്ടയാണ്. ചൂരലെ മുള, ഇങ്ങനെ പ്രകൃതിയിൽ ലഭ്യമാകുന്ന കാര്യങ്ങൾ ഇവരുടെ സാധാരണ ജീവിതത്തിന് വേണ്ടി, ദിനംതോറുമുള്ള ജീവിതത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നു. മുള കൊണ്ടുള്ള തവിയുണ്ട്, മുള കൊണ്ടുള്ള പല ഉപകരണങ്ങളും ഇവരുടെ ഭവനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവരുടെ ഈ വീടിന്റെ ഫ്ലോറിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മണ്ണിൽ നിന്ന് മുളയിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു വീടാണ്. ഇങ്ങനെയാണ് ഇവരുടെ വില്ലേജുകളിൽ. അതിനാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഇവർക്ക് സുരക്ഷിതത്വം ലഭിക്കുവാനിട വരും. ഇവരുടെ നാഷണൽ ആനിമലാണ് മിഥുൻ. മിഥുനെ പിടിക്കുവാൻ വേണ്ടി കെയിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, ചൂരൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കയറാണ്. ചൂരൽ കൊണ്ടുള്ള കയറാണ്. നോക്കുക, ചൂരൽ കൊണ്ടുള്ള കയറാണ്. ഇത് മൃഗങ്ങളെ പിടിക്കുവാൻ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും മിഥുനെ പിടിക്കുവാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. മിഥുനെ കെട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി ഈ ചൂരൽ കൊണ്ടുള്ള കയറും ഇവർ ഉപയോഗിക്കും. ഈ വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഈ ക്യാപ്പ് ചൂരൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ വില്ലേജുകളിൽ പോവുകയാണെങ്കിൽ ഈ ക്യാപ്പിന്റെ മുകളിലുള്ള ഇത് ഹോൺബിൽ എന്ന് പറയുന്ന പക്ഷിയുടെ ചുണ്ടായിരിക്കും. ഈ കമ്പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇവിടെ കമ്പികളുടെ എണ്ണം ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, 2 or 3 ഉണ്ടെങ്കിൽ അത് ഭാര്യമാരുടെ എണ്ണത്തെ കാണിക്കുകയാണ്. ഈ മാല ടിബറ്റൻ ടൈപ്പ് മാലയാണ്. ഇത് ഇവർ മുള എന്ന് പറയുന്ന ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മുളയാണ്. മുള കൊണ്ട് അവർക്ക് തവിയുണ്ട്, സ്പൂണുണ്ട്, എല്ലാ കാര്യത്തിനും മുള അവർ ഉപയോഗിക്കുന്നു. ഈ മുള കൊണ്ട് അവർ പക്ഷികളെ പിടിക്കും. ഈ മുള കൊണ്ട് അവർ എലിയെ പിടിക്കുവാനിടവരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ മുള അവർ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊന്നിച്ച് ഇവർക്ക് ഈ വാളുമുണ്ട്. സാധാരണഗതിയിൽ ഈ വാളുണ്ട്. ഈ വാള് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതുകൊണ്ട് ഇവർ കാട്ടിൽ പോകുന്നു, മൃഗങ്ങളെ കൊല്ലുവാൻ ഉപയോഗിക്കുന്നു. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഈ വാള് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം ഈ സംസ്ഥാനത്ത് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. PCF ചർച്ച് അരുണാചൽ പ്രദേശിൽ വളരെ ശക്തമായിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്നു. നമ്മോടുകൂടെ PCF ചർച്ചിന്റെ പാസ്റ്റർ KP ഫിലിപ്പോസ് അവറുകൾ ഇന്ന് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട്. കർത്തൃദാസിന്റെ അനുഭവങ്ങൾ നമുക്ക് നിശ്ചയമായും ഉത്സാഹവും അനുഗ്രഹവും അഭിവൃദ്ധിയും വിജയവും നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അരുണാചൽ പ്രദേശിന്റെ അപ്പോസ്തോലനാണ്. എനിക്ക് മുകളിലുള്ള അപ്പോസ്തോലനാണ്. ഞാൻ ഈ അപ്പോസ്തോലനാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ അപ്പോസ്തോലന് കീഴ്പ്പെട്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ 22 വർഷങ്ങൾക്ക് മുന്നമേ മല്ലപ്പള്ളിയിൽ നിന്ന് ഈ ദൈവദാസൻ അരുണാചൽ പ്രദേശിലേക്ക് കടന്നു പോകുവാനിടയായി. കർത്താവാകുന്ന യേശു ക്രിസ്തു തന്നെ ഉപയോഗിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അരുണാചൽ പ്രദേശിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തി കാണണമെങ്കിൽ ആ ദേശത്ത് നിങ്ങൾ പോയാൽ മതി. അവിടെ അപ്പോസ്തോല പ്രവൃത്തി ആവർത്തിക്കുകയാണ്. അതിന്റെ നടുവിൽ ശുശ്രൂഷിക്കുന്ന, അത്ഭുതങ്ങൾ കാണുകയും അത്ഭുതങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഈ ബഹുമാന്യ കർത്തൃദാസിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ നൽകി തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുക. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KP ഫിലിപ്പോസ് അവറുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം.
ബഹുമാന്യ കർത്തൃദാസനോടുകൂടെ ഒന്നിച്ച് ലഭിക്കുന്ന ഈ അവസരങ്ങൾ ജനത്തിന് വളരെ പ്രയോജനപ്രദമായി തീരും. 22 വർഷം അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷയിലായിരിക്കുന്നത് ഒരു അത്ഭുതകരമാകുന്ന അനുഭവമാണ്. അതിലെ ചില അനുഭവങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഈ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുകയാണ്. പാസ്റ്ററുടെ അനുഭവങ്ങൾ മുഖാന്തരമായിട്ട് അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരും. അതിനാൽ ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക. 22 വർഷം കൊണ്ട് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം വേണമെങ്കിൽ ഒരു വലിയ പുസ്തകമാക്കുവാൻ കഴിയും. അതിലെ ചില അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുക. കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവർ അത് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരും. നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുക. പാസ്റ്റർ KP ഫിലിപ്പോസ് അവറുകൾ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. വിശേഷാൽ കഴിഞ്ഞ 22 വർഷക്കാലം അരുണാചൽ പ്രദേശിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ അടിയനെയും കുടുംബത്തെയും ദൈവം സഹായിച്ചു. ഇന്നുവരെയും അടിയൻ്റെ ജീവിതത്തിൽ എന്തു നടന്നോ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രം നടന്നു. ആദ്യമായി സകല മഹത്വവും പുകഴ്ചയും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നു. 1990 അരുണാചൽ പ്രദേശിൽ എത്തുവാൻ ദൈവം സഹായിച്ചു. അവിടെ എത്തി കർത്താവിൻ്റെ വേല തുടങ്ങുവാൻ എൻ്റെ മനസ്സിൽ ഒരു വലിയ പ്രേരണ തന്നു. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങി. ഒരു ദിവസം ഞാൻ അരുണാചൽ പ്രദേശിൽ ഒരു പച്ചക്കറി ബജാറിൽ ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ കണ്ണാലെ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് വലിയ ഒരു ആത്മീയ പ്രേരണ തന്നു. ആ കാഴ്ച ഇങ്ങനെ ആയിരുന്നു. ആ അരുണാചലിലെ ദേശക്കാരനായ അവിടുത്തെ സ്വദേശവാസിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആസാമിലുള്ള ഒരു മനുഷ്യൻ്റെ സൈക്കിൾ അദ്ദേഹത്തെ ഒന്ന് മുട്ടി. ഉടനെ അവിടുത്തുകാരൻ ആ മനുഷ്യൻ, അരുണാചൽ പ്രദേശിലെ ഭാഷയിൽ അതിന് പറയുന്ന പേര് ഡാവെന്നാണ്, നമ്മുടെ കേരള ഭാഷയിൽ പറഞ്ഞാൽ വാളെന്ന് പറയും. അരുണാചൽ പ്രദേശിലെ ആ മനുഷ്യൻ, ആസാമിലെ ആ മനുഷ്യനെ വെട്ടാനായിട്ട് വാളെടുത്തു. ആ മനുഷ്യൻ ഓടിക്കളഞ്ഞു. ഉടനെ ആസാമിലെ മനുഷ്യൻ പോയ സൈക്കിള് എടുത്തിട്ട് അദ്ദേഹം, നമുക്കറിയാം, അതിൻ്റെ ഓരോ ടയർ ചെറിയ ചെറിയ പീസായി ഖണ്ഡിച്ച് നശിപ്പിച്ചു. ആസാമിലെ മനുഷ്യൻ ഓടി അവിടുത്തെ മെഡിക്കലിനുള്ളിൽ പ്രവേശിച്ചു. അങ്ങനെ അരുണാചലിലെ ആൾക്കാരെന്ന് പറയുന്നത് വളരെ നീചമായ ആൾക്കാരെ ദുഃഖിപ്പിക്കുകയും വെട്ടുകയും കൊലപാതകം ഇങ്ങനെ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം പല കാഴ്ചകളെ എൻ്റെ കണ്ണാലെ കാണുവാനായിട്ട് സാധിച്ചു. ആ കാഴ്ചകളാണ് എന്നെ ആ ദേശത്തെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് അവിടെ ഞങ്ങൾ ആദ്യമായി ഒരു വാടക വീടെടുത്തു. ഒരു ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അന്ന് ആ ദേശത്തെ അരുണാചൽ പ്രദേശിൽ സുവിശേഷ വേലയ്ക്ക് പലയിടങ്ങളിലും പലവിധമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ചില മലയാളി സഹോദരന്മാരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ അവിടെ പ്രാർത്ഥന തുടങ്ങി. അന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം, കർത്താവ് ഈ അരുണാചൽ പ്രദേശിനെ ദൈവം രൂപാന്തരപ്പെടുത്തണം, അരുണാചൽ പ്രദേശിൽ കർത്താവിൻ്റെ മഹിമ വെളിപ്പെടണം. ആഗ്രഹത്തോടെ ഞങ്ങൾ 2-3 സഹോദരന്മാരെ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അരുണാചൽ പ്രദേശിലെ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. അവരുടെ ചില കുഞ്ഞുങ്ങളെ വന്നു ഞങ്ങൾ അങ്ങനെ ഒരു സൺഡേ സ്കൂൾ തുടങ്ങി. ഞങ്ങൾ അവരെ പഠിപ്പിച്ചു. ആ അണ്ടർഗ്രൗണ്ടിലെ ആ ചർച്ച് വളർന്ന് ഏകദേശം ഒരു 40 മലയാളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ വാടക റൂമേ അവിടെ ഇരിക്കുവാൻ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു റൂമോട് എടുത്തു. ആ 2 റൂമും കൂടെ ഒന്നിച്ചാക്കി ഞങ്ങൾ അവിടെ ആരാധന തുടങ്ങി. 1993 ജനുവരി മാസം ആയപ്പോഴത്തേക്ക് ആ 2 റൂമും നിറഞ്ഞ് 70-80 ആൾക്കാരോടും വിശ്വാസി വരികയും ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുകയും തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ സഭ വളർന്ന് ഞങ്ങളെ മുൻപോട്ട് പോയപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കാണുവാൻ സഹായിച്ചു. എൻ്റെ ഉള്ളിൽ ദൈവ ആത്മാവെ ചില കാര്യങ്ങളെ ശക്തമായി തരുവാൻ തുടങ്ങി. നീ ഈ ദേശത്തെ നേടണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള ഒരു വാക്യം എൻ്റെ മനസ്സിൽ ശക്തമായി ദൈവാത്മ പ്രേരണ തന്നു. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിൽ ശക്തമായി ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. കർത്താവെ, ഈ അരുണാചലിനെ നേടുവാൻ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ആ ഒരു തീരുമാനത്തോടെ ഞാൻ അരുണാചൽ പ്രദേശിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും മുൻപോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആ മലയാളി സഹോദരന്മാർ അന്ന് ഞങ്ങളെ അവിടുത്തെ ലോക്കൽ ആൾക്കാരോട് അല്പം സ്ഥലം ചോദിക്കും. വലിയ ഇമ്പോസിബിളായ കാര്യം, അസാധ്യമായ കാര്യമായിരുന്നു. എങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് അന്ന് അരുണാചൽ പ്രദേശിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നു
അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കുറച്ച് മലയാളി സഹോദരന്മാരുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരല്പം സൗകര്യം തരണം. ആ മനുഷ്യൻ ഉടനെ തന്നെ അദ്ദേഹത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു വലിയ മലയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, ഈ മല നിങ്ങൾ എടുത്തുകൊള്ളൂ, ഇവിടെ നിങ്ങളുടെ ചർച്ച വേണോ? അത് കണ്ടാൽ താഴെ നോക്കിയാൽ അതിൻ്റെ മുകളിൽ കയറി ചെന്ന് പറ്റുവാൻ പറ്റത്തില്ല, അത്ര വളരെയേറിയ മലയായിരുന്നു. എങ്കിലും വിശ്വാസത്തോടെ ദൈവം തന്നത് എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആ മലയുടെ മണ്ടയിൽ ആദ്യം കയറിയപ്പോൾ കുറച്ച് മുള വെച്ച് കെട്ടി ഞങ്ങൾ മുളയെ കൊണ്ട് ഏണി ഉണ്ടാക്കി ഞങ്ങൾ അതിൻ്റെ മണ്ടയിൽ കയറി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു 5-8 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം മാത്രമേ പ്ലെയിനുള്ളൂ. ഞങ്ങളുള്ള മലയാളീസ് ബ്രദേഴ്സ് എല്ലാവരും കൂടെ രാവ് പകലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു അല്പ സ്ഥലം ഞങ്ങൾ നിരപ്പാക്കി. ആമേൻ. ഒരു ചെറിയ മുള കൊണ്ട് അവിടെ അരുണാചൽ പ്രദേശിലെ മുള പൊട്ടിച്ചാണ് സാധാരണ വീടുകൾ പണിയാറുള്ളത്, ഭവനങ്ങൾ പണിയാറുള്ളത്. അതുപോലെ ഞങ്ങളെ ഒരു ചർച്ച് പണിയുവാൻ ദൈവം സഹായിച്ചു. ആ ചർച്ചിന് മുകളിൽ ഞങ്ങൾ ടിന്നിട്ടു, അതിൻ്റെ സൈഡ് മുള കൊണ്ട് പണിത് ഞങ്ങൾ അങ്ങനെ അവിടെ 1993 ജനുവരി മാസം മുതലേ അതിനുള്ളിൽ ആരാധിക്കുവാൻ തുടങ്ങി. അത് കിട്ടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അല്പം ഒരു സ്ഥലം കിട്ടി ആത്മാവിൽ ആരാധിക്കുവാൻ. ഞങ്ങൾ അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് വന്നു. പല അടുത്തുള്ളവർ ആൾക്കാർ വന്ന് പറഞ്ഞൂടെ, നിങ്ങൾ രാത്രികാലം പ്രാർത്ഥിക്കരുത്, പ്രശ്നമുണ്ടാക്കും. എങ്കിലും ഞങ്ങളെ മനുഷ്യരുടെ വാക്കുകളൊന്നും കേൾക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ ആ ഹോളിനുള്ളിൽ രാവും പകലും പ്രാർത്ഥനയും ഉപവാസവും തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും ഞങ്ങളെ ഓൾ നൈറ്റ് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിനുള്ളിൽ അനേകം മലയാളികൾ വന്നു. 96 ആയപ്പോഴത്തേക്ക് 140 മലയാളികളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അനേക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവിടെ കൂടുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അവിടുത്തെ ലോക്കലായ ആൾക്കാരെ 96 അവിടുത്തെ ലോക്കൽ ആൾക്കാരെന്ന് ഒരു 6-7 പേര് ഉള്ളായിരുന്നുള്ളൂ. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ആ സമയത്ത് ഒരു പ്രേരണ തന്നു. ആമേൻ, നീ എവിടെ പോയി കാല് വെക്കുന്നു ആ ദേശം നിനക്ക് ഞാൻ തരും, നീ അവകാശത്തോടെ പ്രാർത്ഥിക്കുക. നഗറിലെ നീതി വിഹാർ എന്ന സ്ഥലത്ത് പോയി അവിടെ അനേക ലേബേഴ്സിൻ്റെ കോളനികൾ ഉണ്ടായിരുന്നു. അന്ന് അരുണാചൽ പ്രദേശിലെ PWD ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആസാമീസ്, ബീഹാറിലെ ആൾക്കാരെ, അതുപോലെ ഒറീസയിലെ അനേക ലേബേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ മധ്യത്തിൽ കടന്നു പോകുവാനും അവരുടെ അനേകം മദ്യപാനികളായ അനേക ആൾക്കാരെ സുവിശേഷം കേൾക്കുവാൻ രക്ഷിക്കപ്പെട്ട് അനേകർ അങ്ങനെ വിശ്വാസം വരുവാനും അങ്ങനെ അവിടെയും അവർ 140 പേരെ രക്ഷിക്കപ്പെട്ട് അവിടെയും ഒരു വലിയൊരു സഭാഹാൾ പണിയുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. അങ്ങനെ രണ്ടാമത്തെ സഭ ആ ദേശത്തായി. അതിനുശേഷം ഞങ്ങളെ 93 ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അദ്ദേഹം അരുണാചലിലെ വേറെ ഡിസ്ട്രിക്റ്റായി ലോകുത്ത് ഡിസ്ട്രിക്റ്റിൽ കടന്നുപോയി നംസ എന്ന് പറയുന്ന സ്ഥലത്തെ. അവിടെയും ദൈവം ആ സഹോദരനെ കൂടിയും നമ്മുടെ ഒരു വേല തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ 93 മുതൽ കർത്താവിൻ്റെ വേല അരുണാചലിലെ 3 സ്ഥലങ്ങളിൽ നമ്മുടെ സഭ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 96 ആയപ്പോഴത്തേക്ക് ഈ 140 മലയാളീസ് ബ്രദേഴ്സ് കൂടി നമുക്ക് പെർമനൻ്റായിട്ട് ഒരു സ്ഥലം വേണം, ഒരു ഹോള് പണിയണം. അതിനുവേണ്ടി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള മലയാളി സഹോദരന്മാരെ എല്ലാവരും അവിടെ കഴിവിൽ കവിഞ്ഞ് സഹായിച്ച് ഞങ്ങളൊരു പെർമനൻ്റ് ഒരു സഭാഹാള് പണിയുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ മനസ്സിൽ പിന്നെയും ചില ആഗ്രഹങ്ങളും ദർശനങ്ങളും തന്നു. അതിന് മെയിനായിട്ട് ദൈവം തന്ന ഒരു ആഗ്രഹം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. ആമേൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ആമേൻ, ദേശങ്ങളെ നേടണം, രാജ്യങ്ങളെ നേടണം. ആ ഒരു വചന ശക്തമായിട്ട് ദൈവാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ തന്നു. ഞങ്ങൾ അങ്ങനെ വാസ്തവമായും പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയപ്പോൾ ആ ദേശക്കാരായ അനേകർ വീണ്ടും സഭയിലേക്ക് കടന്നു വന്ന് അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. വീണ്ടും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അപ്പോസ്തല പ്രവൃത്തി തീർന്നിട്ടില്ല, അത് വീണ്ടും ആമേൻ സംഭവിക്കും. അത് ഞങ്ങൾ എല്ലാ ഓൾ നൈറ്റ് പ്രേയറിലും അപ്പോസ്തല പ്രവൃത്തി അരുണാചലിൽ തുടങ്ങണം, അപ്പോസ്തല പ്രവൃത്തി അരുണാചലിൽ തുടങ്ങണം, അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ മുഖാന്തരം അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു. ഈ ദർശനത്തോടെ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, അരുണാചൽ പ്രദേശിൽ ഒരു അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെടണമെന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ, 1 വർഷം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, 3 വർഷം പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥന ഞങ്ങൾ നിർത്തിയില്ല. വാസ്തവമായും ഒരു 99 അവസാനമായപ്പോഴത്തേക്ക് ദൈവം അവിടുത്തെ ചില ലോക്കൽസിനെ പിന്നെയും സഭയിലേക്ക് കൂട്ടിവരുത്തുവാനായിട്ട് തുടങ്ങി. പിന്നെ ദൈവം എൻ്റെ ജീവിതത്തിലെ ഒരു 10 വർഷത്തെ പ്രാർത്ഥന ഉപവാസങ്ങളെ ഓൾ നൈറ്റ് പ്രേയറിൻ്റെ ഒരു ഫലം എനിക്ക് 2000-ൽ ആമേൻ കാണുവാൻ ദൈവം സഹായിച്ചു. ഒരു അപ്പോസ്തല പ്രവൃത്തി ആമേൻ 2000-ൽ ആമേൻ അവിടെ സഭയിൽ
തുടങ്ങുന്നത് ഞങ്ങളുടെ കണ്ണാലെ കണ്ട് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ആമേൻ. ഇതൊക്കെയും കാണുമ്പോൾ ആമേൻ സകല മഹത്വം ഞങ്ങൾ ദൈവത്തിനെ കൊടുക്കുകയാണ്. 2000 ഏപ്രിൽ മാസം ആമേൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ കണ്ണാലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിച്ചു. ആരാധന കഴിഞ്ഞ് അവിടെ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ ഞാൻ കണ്ണാലെ കണ്ടത് ഒരു സ്ത്രീ ആമേൻ വർഷങ്ങളായിട്ട് ആ സ്ത്രീയുടെ വയറ്റിൽ വലിയ മുഴയായിരുന്നു. പല ഡോക്ടർമാരുടെ അടുത്ത് പോയി, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ സ്ത്രീ വളരെ ദുഃഖത്തോടെ നിരാശയോടെ സഭാളിൽ കടന്നു വന്നു. അന്നത്തെ ഉപവാസ പ്രാർത്ഥന 2ാമത്തെ ദിവസം ദൈവമക്കളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ ആ സ്ത്രീയുടെ വയറ്റിലെ മുഴ അവന് അപ്രത്യക്ഷമായി. അതിനുശേഷം അവിടെ കാണുവാൻ സാധിച്ചത് ഒരു മനുഷ്യൻ്റെ കിഡ്നി സ്റ്റോൺ ആയിരുന്നു. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യുവാൻ ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല. അവൻ വളരെ ദുഃഖിതനായിട്ട് അവിടെ കിടന്നു വന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം വെളിയിൽ പോയി ആമേൻ ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചപ്പോൾ രക്തത്തോടു കൂടി ആമേൻ ആ സ്റ്റോൺ, ആ കിഡ്നിയിലെ സ്റ്റോൺ വെളിയിൽ വന്നു. അത് ഞങ്ങൾ ബോട്ടിലെടുത്ത് ഇന്നും അവിടെ അരുണാചലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കണ്ണാലെ കാണുവാൻ സാധിച്ചു. അതിനുശേഷം അന്ന് അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ 2 പെൺമക്കളാണ്. 2 പെൺമക്കളും ആരോ കൈവശം കൊടുത്ത് അവിടെ വിദ്യാഭ്യാസമാകെ തളർന്നുപോയി, അവിടെ കുടുംബജീവിതം തകർന്നുപോയി. വളരെയേറെ ദുഃഖത്തിലാണ്, കഷ്ടത്തിലാണ്. അങ്ങനെ ആ പോലീസ് ഓഫീസർ 2 പെൺമക്കളെ ആ ചർച്ചയിൽ കൊണ്ടുവന്നു. അന്നത്തെ ആ ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു ആമൻ ഒരു പെങ്കൊച്ച് ആമൻ അവിടെ ഉള്ളിലുള്ള കൈവേഷം പ്രാർത്ഥിച്ച് അത് മഞ്ഞ കളറ് ആമൻ ഏകദേശം ഒരു 1/2 ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആ പെങ്കൊച്ച് ഛർദ്ദിച്ച് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ സ്വാതന്ത്ര്യം കിട്ടി, ഫ്രീഡം കിട്ടി. അങ്ങനെ ആ 2000 ഏപ്രിൽ മാസത്തിലെ ആ ഉപവാസ പ്രാർത്ഥന 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞത് ചുരുക്കമായ ചില അത്ഭുതങ്ങൾ മാത്രം. അനേക അത്ഭുതങ്ങൾ നടന്നു. ഇത് ആ ചുറ്റുപാടുകളിൽ ഒരു സന്ധ്യയായപ്പോഴത്തേക്ക് ചുറ്റുപാടുള്ള രോഗികൾ പിന്നെയും വരുവാൻ തുടങ്ങി. അന്ന് ആ ശനിയാഴ്ച ആ ഉപവാസ 2ാമത്തെ ദിവസം നടന്ന അത്ഭുതങ്ങളെ അന്ന് രാത്രിയിലെ ആ ഇറ്റാൻ നഗർ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ അത് ചെന്നത്തിൽ പോലീസ് ഓഫീസർമാരുടെ ഭവനങ്ങളിലെത്തി ഈ അത്ഭുതങ്ങളെ പറ്റി പപ്പോനാളിലെ ഒരു സഭയിലെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, ഡോക്ടർക്ക് കഴിയാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അവൻ കേട്ടു എന്ന് പറഞ്ഞ് പല മിനിസ്റ്റർമാരുടെ ബംഗ്ലാവിലെ അനേക ഇടങ്ങളിലെ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുന്നു, പപ്പോനാളെ ചെയ്യുന്നു പറയുന്നു. അങ്ങനെ അടുത്ത ഉപവാസത്തിൻ്റെ അവസാന ദിവസം ഞായറാഴ്ച പ്രഭാതത്തിൽ ഞാൻ അവിടെ അരുണാചൽ പ്രദേശിലെ 4 മണിയാകുമ്പോൾ നേരം വെളുക്കും. 4 മണിയാകുമ്പോൾ നല്ല രീതിയിൽ നേരം വെളുക്കും. ഞാൻ വെളുപ്പിനെ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ കോംപ്ലക്സ്, ചർച്ച് കോംപ്ലക്സ് മുഴുവൻ രോഗികളെയും കൊണ്ട് ആൾക്കാർ വന്നിരിക്കുക. കഴിഞ്ഞ ശനിയാഴ്ചത്തെ അത്ഭുത രോഗസൗഖ്യം ജനങ്ങൾ കേട്ടു. രോഗികളെയും കൊണ്ടുവന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ജനൽ തുറന്ന് നോക്കിയപ്പോൾ മുഴുവൻ രോഗികളെയും കൊണ്ട് നിൽക്കുകയാണ്. അന്ന് പകലക്കാലത്തെ സഭായോഗത്തിൽ അവിടുത്തെ ഒരു മിനിസ്റ്റർ പ്രാർത്ഥിക്കുവാൻ വന്നു, അവിടുത്തെ വലിയ പോലീസ് ഓഫീസർ പ്രാർത്ഥിക്കുവാൻ വന്നു. അന്നത്തെ സഭായോഗത്തിൽ ആമേൻ ദൈവത്തിൻ്റെ വലിയ വാസ്തവമായും അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗലിൻ്റെ മാനസാന്തരം പോലെ വലിയ വലിയ ആൾക്കാരെ ദൈവം രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നയിച്ചു. അങ്ങനെ ആ സൺഡേയിലെ ദൈവത്തിൻ്റെ ഒരു വലിയ റിവൈവല്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നദി ആ ഉപവാസത്തിൻ്റെ 3ാമത്തെ ദിവസം സൺഡേയിൽ സഭാഹാളിൽ പ്രകടപ്പെട്ടു. അന്നത്തെ സഭായോഗം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് വൈകിട്ട് 4:30 മണിക്കാണ് അന്നത്തെ സഭായോഗം തീർന്നത്. ദൈവപ്രവൃത്തികളെ ആ ജനങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ചു. അങ്ങനെ ഈ സഭ അങ്ങോട്ട് മുൻപോട്ട് പോയി. ആമേൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന, ഈ സൺഡേയിലെ സഭായോഗത്തിലെ അത്ഭുതങ്ങളെ അരുണാചലിലെ മാക്സിമം പല ഇടങ്ങളിലും എത്തിച്ചേരുവാനായിട്ട് സഹായിച്ചു. അങ്ങനെ അന്ധയായിരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആ ചർച്ച വന്നത് പലരും പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പെൺകുഞ്ഞിൻ്റെ കണ്ണു തുറന്നു. അത് അരുണാചലിലെ പലയിടങ്ങളിൽ എത്തിച്ചേർന്ന് തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ഞങ്ങൾ 1000 രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. അത് തന്നെയല്ല, ഞങ്ങൾക്ക് രാത്രികാലം ഉറക്കമില്ല. ഞങ്ങൾ വന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന നമ്മുടെ അടുത്ത ഫോൺ അവിടെ രോഗികളെ ഇവിടെ ഭൂതം പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അനേക MLA-മാരുടെ ഭവനങ്ങളിൽ, മിനിസ്റ്റർമാരുടെ ഭവനങ്ങളിൽ, അനേക ഓഫീസേഴ്സിൻ്റെ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാൻ ജീവിതത്തിൽ ഒരിക്കലും വഴികളെ തുറക്കത്തില്ലാത്ത ആമേൻ അനേക ഭവനങ്ങളെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുവാനായിട്ട് തുറന്നു കിട്ടുന്നത് ഞങ്ങളുടെ കണ്ണുവാലാൻ സാധിച്ചു. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു കാരണമായി
കാലമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്കുള്ളിൽ ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സഭ വളരുവാൻ തുടങ്ങി. 2002 ഏപ്രിൽ മാസത്തിലെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന. അന്ന് ഞങ്ങൾക്ക് പ്രസംഗിക്കേണ്ടി ഒന്നും വന്നില്ല. ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 120 പേരെ ഒരുമിച്ച് അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ഇറങ്ങി. ആമേൻ. അതുപോലുള്ള അനുഭവങ്ങൾ കാണുവാൻ സാധിച്ചു. ഞങ്ങൾ കണ്ടത് അനേകരെ പ്രവചിക്കുവാൻ തുടങ്ങി, അനേക കുഞ്ഞുങ്ങൾ ദർശനം കാണുവാൻ തുടങ്ങി, അനേകരെ അരുണാചലിനെ പറ്റി പ്രവചിക്കുവാൻ തുടങ്ങി, നോർത്ത് ഈസ്റ്റിനെ പറ്റി പ്രവചിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം സഹായിച്ചു. അവർക്ക് ഞങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് ആമേൻ അനേകരെ പറഞ്ഞതു, ഞങ്ങളുടെ ശരീരത്തിൽ കൂടി ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നു. തീ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരം തീ കത്തുകയാണ്. അനേകർ പറയുക വസ്ത്രങ്ങൾ ഉരുവാൻ പറ്റുന്ന എൻ്റെ ശരീരത്തിൽ തീ ആണ്. നമ്മളൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ അനുഭവങ്ങളെ ജനങ്ങളെ ആമേൻ അതിൽ സന്തോഷിക്കുന്ന ഞങ്ങളുടെ കണ്ണാലെ കാണുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളോട് പറയുന്നത് ഈ അനുഭവം ഇന്നും വാസ്തവമായുമുണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് പ്രാപിക്കുവാൻ പറ്റും. അതുപോലെ തന്നെ കാറ്റ്, ചിലർ പറയുന്നു പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ എൻ്റെ ജീവിതത്തിൽ വരുന്ന ചെവിക്കുള്ളിൽ കാറ്റടിക്കുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളെ, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ബൈബിളിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന പല പ്രകടനങ്ങളെ കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ ആത്മാഭിഷേകത്തിൽ ജനങ്ങൾ അല്പസമയമല്ല മണിക്കൂറുകൾ 3, 4, 5, 6 മണിക്കൂർ ജനങ്ങൾ നിന്ന് കൈയടി നിർത്താൻ പറ്റത്തില്ല. ചിലരോടൊക്കെ കൈ നിർത്താൻ പറ്റുന്നില്ല. അവർ അത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ദൈവസഭയിൽ ഇറങ്ങി എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആമേൻ വാസ്തവമായി കർത്താവിൻ്റെ പേർ തുടങ്ങി. അങ്ങനെ ഓരോ ഉപവാസ പ്രാർത്ഥനയിലെ അരുണാചലിലെ ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ദൂരം, 800 കിലോമീറ്റർ ദൂരം, അങ്ങനെ 1000 കിലോമീറ്റർ ദൂരം വരെയും അരുണാചലിലെ പല ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവിടെ നിന്നൊക്കെയും ആൾക്കാർ കടന്നു വന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയിലെ അവൻ സൗഖ്യം പ്രാപിക്കും, പലരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. അവർ പിന്നെ തിരിച്ചു പോയിട്ട് അവരുടെ വില്ലേജുകളിൽ കർത്താവിൻ്റെ വേല തുടങ്ങി. വാസ്തവമായി 2000-ന് ശേഷം ആ തുടങ്ങിയ റിവൈവല് ഇന്നും അരുണാചലിലെ അനേക ഇടങ്ങളിൽ ആസാമിൽ നിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വേല ദേശത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ വേല വളർന്ന് ഇത്രത്തോളം ആൾക്കാരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസി വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നോട് അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വേല ഇത്രത്തോളം വളരുവാൻ, ഇത്രത്തോളം ജനങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, ഇത്രത്തോളം ജനങ്ങൾ സ്നാനപ്പെടുവാൻ ഇതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ്? നിങ്ങൾ എന്താണ് വളരും? കാരണം ഞാൻ പറയും, ഞങ്ങളുടെ പക്കൽ ഒരു സീക്രട്ടില്ല. ഞങ്ങൾക്കൊന്നറിയാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അവൻ മുൻപോട്ട് പോയാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സഭയെ പണിയും. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 22 വർഷക്കാലം കർത്താവിൻ്റെ വേല അരുണാചലിലും ആസാമിലും വളർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വേല ആമേൻ അവിടെ ചെയ്തെടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകത്തോടെ ദേശങ്ങളിൽ കർത്താവിൻ്റെ വലിയ വലിയ വേലകൾ കാണുവാൻ സന്തോഷം ദൈവം സഹായിച്ചു. ഇന്ന് ഞങ്ങളെ അതിനുശേഷം അരുണാചലിലെ അനേക ജാതിക്കാരുടെ മധ്യത്തിൽ നിന്നും അനേക യുവാക്കളെ എടുത്ത് ഞങ്ങൾ എല്ലാ വർഷവും ആമേൻ 10 പിള്ളേരെ 8 പിള്ളേരെ എടുത്ത് ബൈബിൾ ട്രെയിനിങ് ചെയ്തു. അവരെ ഞങ്ങൾ അരുണാചലിലെ അനേക വില്ലേജുകളിൽ നമ്മുടെ ചർച്ചുകളിൽ അവിടെ സുവിശേഷകന്മാരാക്കി, പാസ്റ്റേഴ്സ് ആക്കി. അങ്ങനെ ഇന്ന് നോക്കുകയാണെങ്കിൽ അരുണാചൽ എല്ലാ ജില്ലകളിലും സഭാഹാള് പണിയുവാൻ, അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒക്കെയും ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ വേല ഇന്നും ദേശത്തെ എല്ലായിടത്തും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ആമേൻ. ഞാനും എൻ്റെ കുടുംബവും ആമേൻ ഓരോ ദിവസവും വീണ്ടും ഇതല്ല കർത്താവേ, ഇതിനേക്കാൾ വലിയ പ്രവൃത്തികളെ അരുണാചലുണ്ടാകുവാൻ വീണ്ടും ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ. എത്ര അത്ഭുതകരമായിരിക്കുന്നു! ഒരു ദേശത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരഭിഷക്തനെ ഉപയോഗിച്ചു. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമാകുന്ന മല്ലപ്പള്ളിയിൽ നിന്ന് വിശ്വാസത്തിന്റെ ചുവട്ടടികൾ വയ്ക്കുവാൻ ഒരഭിഷക്തൻ തയ്യാറായപ്പോൾ എത്രായിരങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്ര ശക്തമായിട്ടാണ്, ഒരു മഹാനദി പോലെയാണ് ഒരഭിഷക്തനിലൂടെ ആ ദേശത്തിലേക്ക് ഒഴുകുവാനിടയായത്. ഇതൊക്കെ തന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാനിട വരും. അരുണാചൽ പ്രദേശ് വളരെ കർത്താവിൻ്റെ ദാസൻ അവിടെ കടന്നുപോയപ്പോൾ 22 വർഷങ്ങൾക്ക് മുന്നമേ അത് വളരെ അപരിഷ്കൃതമാകുന്നൊരിടമായിരുന്നു. യാത്ര ചെയ്യാൻ റോഡുകളില്ല. പലയിടങ്ങളിലും പോകണമെങ്കിൽ ദിവസങ്ങളോളം നടക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ ആനപ്പുറത്ത് യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. നദി കടക്കുവാൻ പാലങ്ങളില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലെ മറ്റു ബാധികളിലൂടെയാണ് നദിയുടെ അക്കരെ എത്തിക്കൊണ്ടിരുന്നത്. ഈ നിലയിലുള്ള ഒരുപാട് വിഷമസന്ധികളെയും കഷ്ടപ്പാടുകളെയും ദണ്ഡനങ്ങളെയും ഒക്കെ അനുഭവിച്ചാണ്
കർത്താവിൻ്റെ ദാസൻ ആ സംസ്ഥാനത്ത് കർത്താവാകുന്ന യേശുവിന് വേണ്ടി പ്രയോജനപ്പെട്ടത്? ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണെങ്കിൽ, അഭിഷേകത്തിൽ നിറഞ്ഞു മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിശ്ചയമായിട്ടും കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾ പ്രാപിക്കുവാൻ ഇടവരും. കർത്താവിൻ്റെ ദാസൻ പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന, മുട്ടയിലിരുന്ന്, കർത്താവിൻ്റെ ദാസൻ പറയുന്ന ഒരു പദപ്രയോഗമാണ്, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മറുപടി കർത്താവ് തന്നിരിക്കും. അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഇന്ന് ആയിരങ്ങൾ യേശുവിനാൽ വിടുവിക്കപ്പെടുന്നു, യേശുവിനാൽ സൗഖ്യം പ്രാപിക്കുന്നു. അതവിടെ മാത്രമാണോ നടക്കുന്നത്? അല്ല, ഇന്ന് നിങ്ങളുടെ മുറിയിൽ നടക്കുവാനിടവരും. അവിടെ ആയിരങ്ങൾ സൗഖ്യമായി. അന്ധരുടെ കണ്ണുകൾ തുറന്നു, ചെകിടർ കേൾക്കുവാൻ തുടങ്ങി, മുടന്തർ നടക്കുവാൻ തുടങ്ങി. ഇതെല്ലാം ഞങ്ങൾക്ക് കണ്ണാലെ കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞു. കർത്താവിൻ്റെ ദാസൻ അനേകം ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നുപോയി. തദ്ദേശവാസികളുടെ ഇടയിൽ അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച്, അവർ ചില സന്ദർഭങ്ങളിലൊക്കെ കാട്ടിൽ കിട്ടുന്ന എലിയും പാറ്റായും അങ്ങനെയുള്ളതിനെയൊക്കെ അവർ കഴിക്കും. വളരെ വ്യത്യസ്തമാണ്. ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്. ഭാഷകൾ പ്രധാനമായും 24 ഭാഷകളുണ്ട്, 120-ലധികം ചെറിയ ഭാഷകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം 150ഓളം ഭാഷകളുണ്ട്. ഭാഷാരീതി വ്യത്യസ്തമാണ്, ആളുകളുടെ ശരീരപ്രകൃതി വ്യത്യസ്തമാണ്. ഇതിനെയെല്ലാം നേരിടുവാൻ തക്കവണ്ണമുള്ള അപാരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി അഭിഷക്തനിൽ വ്യാപരിക്കുവാനിടയായി. അത് സാധ്യമാണോ? നിശ്ചയമായും സാധ്യമാണ്. യേശുവിനാൽ അസാധ്യമായി ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുവാൻ, ദേശങ്ങളെ വിടുവിക്കുവാൻ അവിടുന്ന് പ്രാപ്തിയുള്ളവനാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യമായെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, നിങ്ങളായിരിക്കുന്ന മുറികളിൽ സൗഖ്യം സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങൾ തളർന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ ചാടി എഴുന്നേൽക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ അസ്ഥികളിൽ ബലം വ്യാപരിക്കുവാൻ പോകുന്നു, നാഡീ ഞരമ്പുകളിൽ ബലം വ്യാപരിക്കുവാൻ പോകുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഏത് പ്രതിസന്ധിയുമാകട്ടെ, ആ പ്രതിസന്ധിയിൽ നിന്ന് യേശു നിങ്ങളെ ഉദ്ധരിക്കുകയും വിടുവിക്കുകയും ചെയ്യും. പ്രാർത്ഥന സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. കർത്താവിൻ്റെ ദാസനോട് ഞാൻ വിനയപുരസരം അപേക്ഷിക്കുന്നു, പ്രിയജനത്തിനു വേണ്ടി ദയവായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ഇപ്പോൾ ആമേൻ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, അപാരകടവ സംഭലാര ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും ആമേൻ, കർത്താവ് റൂമുകളിലെ, അവിടെ ഭവനങ്ങൾക്കുള്ളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ആമേൻ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലെ എല്ലാവിധ രോഗത്തിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. പാരലൈസ് ഇപ്പോൾ സൗഖ്യമാക്കട്ടെ. ആമേൻ, മുടന്തരി ഇപ്പോൾ നടക്കട്ടെ. അമ്മൻ, അന്ധന്മാരുടെ കണ്ണുകളെ തുറക്കട്ടെ. അവരെല്ലാ ക്യാൻസർ രോഗികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ വയറ്റിനുള്ളിലുള്ള എല്ലാ വേദനകളെ, നടുവേദനകളെ, അമ്മൻ, ചെവിക്ക് വേദനകളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇന്നേരം ഫ്രീ ആയി തീരട്ടെ. അത്ഭുത മന്ത്രി, വീരനാഥയും സമാധാന പ്രഭു, അങ്ങയുടെ അത്ഭുതങ്ങളെ ഇപ്പോൾ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിന്റെ മേലും ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ അഭിഷേകത്തോടെ ഇതിനെ മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചത്തമത്സ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ആത്മീയയുടെ അഭിഷേകം ഇപ്പോൾ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അപാരങ്ങളവ സമ്പല സകലത്തെയും മത്തിനായി ദൈവത്തിന്റെ കരങ്ങളിൽ ഇപ്പോൾ താഴ്ത്തി സമർപ്പിച്ചേൽപ്പിക്കുന്നു. പിതാവെ, അത്ഭുതം ചെയ്തിരിക്കുക, സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. അനേകർ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓവറിയിൽ എന്തോ ബുദ്ധിമുട്ട്, ശാരീരിക രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തി അത്ഭുത സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ബോധ്യം തന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ അവിടുത്തെ ചിറകടിയിൽ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.